തിരുവനന്തപുരത്ത് ആര്യനാട് UDFന്റെ വാർഡ് മെമ്പർ ആസിഡ് കുടിച്ച് മരിച്ച നിലയിൽ. കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ശ്രീജയാണ് മരിച്ചത്. CPM സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ആത്മഹത്യ. ശ്രീജയ്ക്ക് 60 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. സന്തുന സാജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സന്തുന, ഗുഡ് മോർണിംഗ് സന്തുന. ഇവര് UDFന്റെ മെമ്പറാണെന്ന് തോന്നുന്നു അല്ലേ ഈ മരിച്ച ശ്രീജ? എന്താണ് സംഭവിച്ചത്? ഇവരുടെ പേരിൽ എന്തെങ്കിലും ബാധ്യതകളുമൊക്കെ ഉണ്ടായിരുന്നോ സന്തുന? ഡോക്ടർ അരുൺ, ഇത് തിരുവനന്തപുരം ആര്യനാട് കോട്ടയ്ക്കകം വാർഡിലെ മെമ്പറായ ശ്രീജയാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇവരെ വീടിന് പുറത്ത് ഇത്തരത്തിൽ ആസിഡ് കുടിച്ച് അവശ നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ അവർ മരിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡോക്ടർ അരുൺ, ഇവർക്ക് വലിയ രീതിയിലുള്ള കടബാധ്യത ഇവർക്കും ഇവരുടെ കുടുംബത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 60 ലക്ഷം രൂപയോട് അടുപ്പിച്ച് ഇവർക്ക് കടബാധ്യത ഉണ്ടായിരുന്നു. പല ആളുകളിൽ നിന്നായിട്ടും അതുപോലെ തന്നെ ഈ വണ്ടിപ്പലിശയ്ക്ക് അടക്കം ഇവർ പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പല തവണയായത് വലിയ രീതിയിലുള്ള കടബാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഈ പ്രത്യേകിച്ച് ഇവർ മെമ്പർ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ CPM ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഇവർക്കെതിരെ വലിയ ആരോപണങ്ങളും അതുപോലെ തന്നെ ഇന്നലെ ഒരു പ്രതിഷേധം ഇവർക്കെതിരെ ഉണ്ടായിരുന്നു എന്നുകൂടി ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നപ്പോൾ ഇവർ ഈ പൈസയൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ വീടും അതുപോലെ തന്നെ പറമ്പും ഒക്കെ വിറ്റുകൊണ്ട് ഈ പണം തിരികെ നൽകാൻ ഉള്ള ഒരു ശ്രമം ഇവർ നടത്തി വരികയായിരുന്നു. പക്ഷേ പണം തിരിച്ചു നൽകിയാലും കള്ളിയല്ലാതാകില്ലല്ലോ എന്നുള്ള ഒരു ആരോപണമാണ് ഇന്നലെ ഇവർക്കെതിരെ ഉയർന്നു വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. ഇതിൽ ഈ പ്രതിഷേധത്തിൽ ഈ ആരോപണത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മനോവിഷമം ഇവർക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല പല ആളുകളിൽ നിന്നും പണം വാങ്ങി ഇവർ പറ്റിക്കുകയാണ് എന്നുള്ള ഒരു സാമ്പത്തിക ആരോപണം അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് നടത്തുക എന്നുള്ള ഒരു ആരോപണമാണ് CPM പ്രധാനമായും ഇവർക്കെതിരെ ഉയർത്തിയിരുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു മനോവിഷമം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് കുടുംബവും അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ തന്നെയും ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷമത്തിന്റെ പുറത്തായിരിക്കാം ഇവർ ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിനാണുള്ളത്. അതുകൊണ്ട് തന്നെ CPM പ്രവർത്തകർ ഉയർത്തിയ ഒരു ആരോപണം അത് തന്നെയാണ് ഇത്തരത്തിലൊരു ജീവൻ നഷ്ടമാകാൻ കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെയൊക്കെ നടപടി വേണമെന്നുള്ളതാണ് മറ്റ് കോൺഗ്രസ് മെമ്പർമാരും ഒക്കെ തന്നെയും നിലവിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശ്രീജയുടെ മൃതദേഹം ഇപ്പോൾ ആര്യനാടുള്ള ആശുപത്രിയിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടികളിലേക്കൊക്കെ തന്നെ കടക്കുക. എന്ന ആസിഡ് കുടിച്ചാണ് ഇവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു പ്രാഥമികമായ വിവരം തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 60 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അത് നിർഭാഗ്യകരമായി പോയി.